ഒരു വലിയ തറവാട്ടിലെ ഏട്ടനെ അനിയനും മറ്റൊരു വലിയ തറവാട്ടിലെ ഏട്ടത്തെയും അനിയത്തെയും കെട്ടുന്നതിൽ ഒരു തരക്കേടുമില്ല. വെട്ടിയാൽ വാള് മുറിയുന്ന തറവാടാ അവരുടേത്. 500 കൊല്ലം മുമ്പ് ഇവിടുത്തെ നാടുവാഴിയായിരുന്നു അവരുടെ കാരണവരെ. കുലമഹിമ ഇതിലപ്പുറം ചിന്തിക്കാനുണ്ടോ? എന്നാൽ അന്നങ്ങേർ ഇവിടുത്തെ പേര് കേട്ടൊരു സിംഹമായിരുന്നിരിക്കണം. 500 കൊല്ലം മുമ്പ് ഇവിടെ മുഴുവൻ കാണായിരുന്നടാ. എന്റെ ഏട്ടന്മാര് കല്യാണം കഴിക്കുന്ന ആരെയായാലും കൊള്ളാം, അവർക്ക് ഇത്തിരി ഭംഗി വേണം. അതെനിക്ക് നിർബന്ധം. അതെനിക്ക് നിർബന്ധം. പെണ്ണാളെങ്ങനെ? നല്ല തക്കാളി, തക്കാളി പോലത്തെ പെണ്ണുങ്ങള്. പച്ചത്തക്കാളിയോ പഴുത്ത തക്കാളിയോ? മൂത്തവൾ ഇത്തിരി പച്ച, ഇളയത് ഇത്തിരി പഴുത്തതാ. എനിക്ക് അങ്ങനെയാ തോന്നിയേ. ഇനി നിങ്ങൾ കാണും. കൊണ്ടു കൊടുക്കൂ കുട്ടി. അതിലേത് എന്റെ ചെക്കൻ? ജാതക ചേർച്ച നല്ലപോലെ ഉണ്ടെന്നാ കണ്ടവർ. ഏറ്റവും നന്നായി ചേരുന്ന ജാതകം തമ്മിൽ കൂട്ടിക്കെട്ടാം. എന്താ? ആയിക്കോട്ടെ. എന്താ വിരോധോട്ടോ? ഒരു വിരോധമില്ല. ഈ 2 നിലപാട് ഒന്നിച്ചാൽ പിന്നെ ഈ കാരണന്മാരാണല്ലോ ഇവിടുത്തെ നാടുവാഴികൾ. പച്ചത്തക്കാളി വരട്ടെ. ഞാനാ നീന, ഏട്ടന്മാര് വരാ. അയ്യോ, പരിചയപ്പെടുത്താനങ്ങ് മറന്നുപോയി. മൂത്തവൻ അവൻ ജയകൃഷ്ണൻ, രണ്ടാമനായി ഇവൻ ഗോപികൃഷ്ണൻ. നേരെയൊക്കെ നോക്കി കണ്ടോടാ. എന്താ അതിന്റെ അഭിപ്രായം? എനിക്ക് ഇളയല്ലേ? നല്ലതാ, എനിക്ക് മതി. നിന്റെ കാര്യം എങ്ങനെ? എനിക്ക് ഇളയതിനെ മതി. എടാ, നിനക്ക് പറഞ്ഞു വെച്ചിട്ട് മൂത്തേനെയാ. അതിന് എനിക്ക് വേണ്ട. അതിന് മൂപ്പിത്തിരി കൂടും. അമ്മാവിന് ഇതിൽ ഇടപെട്ട് എന്റെ കാര്യം കലക്കരുത്. ഇത് നടന്നില്ല, എനിക്ക് ഇനി വിവാഹമേ വേണ്ട. എന്താടി ഇരുന്ന് മോങ്ങുന്നത്? എന്താണെന്ന് അവർക്ക് ആ 2 പേരും വേണ്ടെന്ന്. 2നും പഠിപ്പില്ല അത്രേ. അത്ര നിർബന്ധാണെങ്കിൽ ഇളയവനെ കെട്ടിക്കോളാൻ നിർത്തി. അപ്പൊ മൂത്തവൾക്കും അവനെ തന്നെ വേണം. പുറത്ത് അതിലും വലിയ പ്രശ്ന. 2 ആൾക്ക് ഇളയതിനെ മതി, മൂത്തതിന് ആർക്കും വേണ്ട. ഞാൻ എന്താ ചെയ്യാ? ഇവളുമാർക്ക് ഇത്രയും ബുദ്ധിയില്ലാണ്ടായല്ലോ. ഇത്രയധികം സ്വത്തുള്ള കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ആലോചന ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഞങ്ങൾക്കുള്ള സ്വത്തൊക്കെ മതി. അത് ഒന്ന് 8ാം ക്ലാസ്സും ഒന്ന് 7ാം ക്ലാസ്സും. നേരം വേണം പേരിന്റെ സ്പെല്ലിംഗ് പോലും പറയാൻ അറിയില്ല. അവരെ കെട്ടാൻ ഞങ്ങൾക്ക് വയ്യ. അത്രയ്ക്ക് ദണ്ണമാണ് ഈ മൂത്തേനെ അമ്മാവൻ കെട്ടി. പെണ്ണ് കാണാൻ വന്നിട്ട് ഒരുമാതിരി വിട്ടിത്തരം കാണിക്കരുത്. എന്താ അവരുടെ തീരുമാനം? എനിക്ക് അനിയത്തിയ മതി. എനിക്കും അനിയത്തിയ മതി.